പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ 4ാമത്തെ അധ്യായമായ പ്ലാനിംഗ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്ലാനിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് പ്ലാനിംഗ്, പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ്, ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ പ്ലാനിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് പ്ലാനിംഗ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്ലാനിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പ്ലാനിംഗ് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്ലാനിംഗ് പ്രോസസ്സ്, നമ്മൾ പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, പ്ലാനിങ് എന്നുള്ളത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ഓർക്കുന്നില്ല എല്ലാവരും? വെരി ഗുഡ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. കാരണം പ്ലാനിങ് നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. പ്ലാൻ തയ്യാറാക്കുമ്പോൾ ചില സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ സ്റ്റെപ്പ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനെ ഓരോ ഓർഗനൈസേഷൻസിനും ഓരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. എല്ലാ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കില്ല വേറൊരു ഓർഗനൈസേഷന്. ഇങ്ങനെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. അതുപോലെ ഓർഗനൈസേഷൻസിൻ്റെ ഓരോ എംപ്ലോയീസിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ ഒബ്ജക്റ്റീവ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇങ്ങനെ എല്ലാ ഒബ്ജക്റ്റീവ്സും നമ്മൾ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് വൺ, ഡെവലപ്പിംഗ് പ്രിമൈസസ്. ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ പ്ലാനിങ് തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്ത് പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ ചില അസംഷൻസ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ശരിയല്ലേ? ശരി. മാനേജേഴ്സ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ചില അസംഷൻസ് എടുക്കും. ഈ അസംഷൻസിൻ്റെ ബേസിലായിരിക്കും മാനേജേഴ്സ് പ്ലാനിങ് തയ്യാറാക്കുന്നത്. ഇങ്ങനെ പ്ലാനിങ് തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന ചില അസംഷൻസിനെയാണ് നമ്മൾ പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. The base material upon which plans are to be drawn is called premises. പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അസംഷൻസിനെയാണ് പ്രിമൈസസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രിമൈസസിൻ്റെ ബേസിലായിരിക്കും പ്ലാനിങ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാനിങ് പ്രിമൈസസിനെ പ്ലാനിങ്ങിൻ്റെ ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദെൻ തേർഡ് സ്റ്റെപ്പ്, ഐഡൻറ്റിഫൈ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ്. നമ്മൾ ആദ്യം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു. ഈ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിമൈസസ് ഡെവലപ്പ് ചെയ്തു. ദെൻ തേർഡ് വൺ, ഐഡൻറ്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ്. ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ നമ്മുടെ മുന്നിൽ വാരിയസ് മെത്തേഡ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഈ മെത്തേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഐഡൻറ്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 20% സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഈ 20% സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മെത്തേഡ് ഫോളോ ചെയ്താലാണ് നമുക്ക് ഈ 20% സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് വാരിയസ് ഓൾട്ടർനേറ്റീവ്സ്. ഇങ്ങനെ 25% ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കാം. അതും അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിലാണ് സെയിൽസ് കൂട്ടാം. അതും അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ കൂടുതൽ ഇന്നോവേഷൻ വരുത്തിയിട്ട് നമുക്ക് സെയിൽസ് കൂട്ടാം. ഇങ്ങനെ 3 മെത്തേഡാണ് 20% സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് മുന്നിലുള്ളത്. ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിനനുസരിച്ച് വാരിയസ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഡെവലപ്പ് ചെയ്യണം. ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാരിയസ് മെത്തേഡ്സ് കണ്ടുപിടിക്കുന്നതിനെയാണ് ഐഡൻറ്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ്. ഇങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഇവാലുവേറ്റ് ചെയ്യുക.
ഓരോ ഓൾട്ടർനേറ്റീവ്സും എത്രത്തോളം ഇഫക്റ്റീവാണ്, എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ്, അതിൽ എത്രത്തോളം റിസ്ക് ഉണ്ട്, എത്രത്തോളം ലോസ് അത് അഡോപ്റ്റ് ചെയ്താൽ വരും, ഇങ്ങനെ ഓരോ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള സൈഡുകൾ കണ്ടുപിടിച്ച് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ്. ഇങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തു. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാരിയസ് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അത് ഓരോ ഓൾട്ടർനേറ്റീവ്സും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു, എത്രത്തോളം ഇഫക്റ്റീവ് ആണ് എന്നുള്ളത് നമ്മൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള സൈഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്നതിനാണ് സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. നേരത്തെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ കമ്പനിക്ക് 20% സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്സ്. ഈ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 മെത്തേഡ് പറഞ്ഞു. അതായത് 3 ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഡിസ്കൗണ്ട് കൊടുക്കുക, അഡ്വർടൈസ്മെൻറ്റ്, പ്രൊഡക്റ്റിൽ കൂടുതൽ ഇന്നോവേഷൻസ് വരുത്തുക. ഇങ്ങനെ ഈ 3 മെത്തേഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ ഓരോ മെത്തേഡും എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഓരോ മെത്തേഡിൻ്റെയും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് നമുക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതും അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിലൂടെയും നമുക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാം. ഇന്നോവേഷൻസിലൂടെയും നമുക്ക് അട്രാക്ട് ചെയ്യാം. പക്ഷേ ഡിസ്കൗണ്ട് 10 രൂപയ്ക്കുള്ള ഒരു സാധനം 9 രൂപയ്ക്ക് കിട്ടുമ്പോൾ ആൾക്കാർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ കുറച്ച് ഒരു 10%, 20% ഇങ്ങനെയൊക്കെ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ആൾക്കാർ കൂടുതൽ ആ പ്രൊഡക്റ്റ് വാങ്ങും. അതുമല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹ്യൂജ് കോസ്റ്റ് ഇൻകർ ആവും. ഇങ്ങനെയുള്ള ഈ കോസ്റ്റും നമ്മൾ ഈ പ്രൊഡക്റ്റിൽ നിന്ന് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണ്. ദെൻ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇന്നോവേഷൻസ് വരുത്തുക എന്നുള്ളതാണ്. ഇന്നോവേഷൻസ് വരുത്താനും നമുക്ക് കോസ്റ്റ് ആവശ്യമാണ്. അതുപോലെ ഇങ്ങനെ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് മുന്നിൽ അവതരിപ്പിക്കാനും നമുക്ക് കോസ്റ്റ് ആവശ്യമാണ്. ഇതിൽ അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളതും ഇന്നോവേഷൻസ് വരുത്തുക എന്നുള്ളതും കുറച്ചൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഇങ്ങനെ ഈ ഒരു കൊറോണ ടൈമിൽ ആൾക്കാർ കൂടുതൽ ചൂസ് ചെയ്യുന്നത് കുറച്ച് ഡിസ്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. കാരണം കുറച്ച് ഡിസ്കൗണ്ട് കിട്ടുമ്പോഴായിരിക്കും ആൾക്കാരെ നമുക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ സാധിക്കുക എന്ന് മാനേജേഴ്സ് ഇവാലുവേറ്റ് ചെയ്തു. അതിൻ്റെ ബേസിൽ മാനേജേഴ്സ് ഡിസ്കൗണ്ട് എന്നുള്ള ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തു. ഇതിനെയാണ് സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ഓൾട്ടർനേറ്റീവ്സ്, ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള വാരിയസ് ഓൾട്ടർനേറ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്തു. അത് ഓരോന്നിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് വെച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിലൊരു ഓൾട്ടർനേറ്റീവ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്തു. ഇതിനെയാണ് സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ. പ്ലാനിംഗ് പ്രോസസ്സിലെ 6ാമത്തെ സ്റ്റെപ്പാണ് ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതൊരു മാനേജീരിയൽ ഫംഗ്ഷനാണ്. അതായത് പ്ലാനിനെ ആക്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോളോ അപ്പ് ആക്ഷൻ. നമ്മൾ ആദ്യം ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, പ്ലാനിംഗ് പ്രിമൈസസ് ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാരിയസ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തു, അത് ഇവാലുവേറ്റ് ചെയ്തു. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തു. അതിനുശേഷം പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻ അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തലാണ്. എല്ലാ കാര്യങ്ങളും ഈ പ്ലാൻ അനുസരിച്ച് തന്നെയാണോ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് ഫോളോ അപ്പ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ 7 സ്റ്റെപ്പാണ് പ്ലാനിംഗ് പ്രോസസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഫസ്റ്റ് വൺ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്രിമൈസസ്, ഐഡൻറ്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ്, ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ്,
selecting an alternatives, implementing the plan, follow up action.